അർജുൻ്റെ ജീവനു വേണ്ടിയുള്ള തിരച്ചിലിനെ സംബന്ധിച്ച് രാവിലെ സതീശൻ അടിച്ചൊരു ഗീർവാണമുണ്ട്. അതും കർണാടക സർക്കാർ ഈ വിഷയത്തിൽ ഊർജിതമായാണ് ഇടപെടുന്നത്. യാതൊരു ഉദാസീനതയും ഇല്ലത്രേ. കേട്ടെ. അവിടെ ഞങ്ങൾ ഇത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല. കേട്ടല്ലോ. ഇത് കേരളത്തിലെങ്ങാനോ ആയിരിക്കണമായിരുന്നു സതീശൻ്റെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ. ഇപ്പോൾ ഞങ്ങളുടെ ആൾക്കാരല്ലേ ഈ ഗുരുതര വീഴ്ചയും അനാസ്ഥയും വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഉടനടി സതീശനതിന് ഉദാസീനതയൊന്നുമില്ല. 5 ദിവസമായിട്ട് നടക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള രക്ഷാപ്രവർത്തനമെന്ന് അങ്ങ് മാപ്രകളോട് തള്ളിവിട്ടു. മറു ചോദ്യമില്ല. പക്ഷേ വീട്ടുകാരെന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടു. എന്താണ് അവിടെ നടക്കുന്നുവെന്ന് അവർ വളരെ വിശദമായി പറഞ്ഞു. അതും അർജുൻ്റെ കുടുംബം ഒരുമിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവർ ഈ സംഭവത്തെ മുഴുവൻ വിശദീകരിച്ചപ്പോൾ സതീശനൊക്കെ എന്തൊരു കാപട്യമാണെന്ന് വീണ്ടും തെളിയുകയാണ്. 5ാമത്തെ ദിവസമാണെന്ന് ഈ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്നൊരവസ്ഥ എല്ലാവർക്കും അറിയാം. ഒരു പെട്ടെന്നൊരു ഭയം മനസ്സിൽ വരും. ആ അവസ്ഥ കഴിഞ്ഞിട്ട് ഒരു വിളിച്ചു പോവോ ആർക്കും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും. ആരും അറിയുന്നില്ല. പിന്നെ മനസ്സിലെ വിഷമം കുടുംബത്തിനെ അറിയിക്കാൻ പറ്റാത്തതുണ്ടാവും. ആരെങ്കിലും ഇപ്പം വരും എന്ന് അബോധാവസ്ഥ വരുന്നവരെ ചിന്തിക്കും. ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഏതെങ്കിലും ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് മെനക്കെടുന്ന ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ? എത്രയും പെട്ടെന്ന് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് 2 ദിവസം അശ്രദ്ധ തന്നെ കാണിച്ച്, പിന്നെ കാട്ടിൽ മോൻ ഉണ്ടാവും എന്നുള്ള വിചാരത്തിൽ ഞങ്ങളെയും കൂടെ ഒരു എന്നാലും പോലീസിലൊക്കെ അറിയിച്ച് അവരൊക്കെ വേണ്ട തരത്തിൽ ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് ആ 2 ദിവസം ഉദ്യോഗസ്ഥന്മാർ വിശ്വസിച്ച് ഇട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ അതിന് അനക്കം വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഇമ്പളെ MP ഇമ്പളെ സംസ്ഥാനത്തെ ഭരണമായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷമാണ് അവിടേക്ക് ഒരു ഇളക്കം വരുന്നത്. ഈ ഇളക്കം ഇമ്പൾ പറയാനല്ലാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. മോൻ കുടുങ്ങിയെന്ന് പറയുന്ന മൺകൂനയുള്ള സ്ഥലത്ത് എത്രയോ ട്രക്കുകൾ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവിടെ റോഡിൻ്റെ മറു സൈഡിൽ ഹോട്ടലിൻ്റെ അടുത്ത് ഒരു 3 വണ്ടി, ഒരു ട്രക്കും മറ്റ് ചെറിയ 2 വണ്ടികളും ഭക്ഷണം കഴിക്കുന്ന അവിടെ മാത്രം ശ്രദ്ധ പോയി. ഇപ്പുറത്ത് 15ലധികം ആളുകളും 5-6 വണ്ടികളും ഉണ്ടെന്ന് ദൃസാക്ഷി പറയുന്നത്. അന്നത്തെ നൈറ്റിൽ ഓടിയ അവിടുത്തെ കന്നഡ വാർത്തയിൽ ഞാൻ കണ്ടാണ്. അതൊക്കെ നമുക്ക് വാർത്തയിൽ എടുക്കാൻ പറ്റും ആ ക്ലിപ്പ്. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഒരാളും അതൊന്നും ശ്രദ്ധിച്ചില്ല. ദൃസാക്ഷി പറഞ്ഞതുപോലെ അവിടെ ശ്രദ്ധയിൽ പോയില്ല. ഇത്രയും ജീവനുകൾക്ക് യാതൊരു വിലയില്ല. നിങ്ങളെ പരാതി അവിടെ രാത്രി 10:30 ഞങ്ങൾ വിളിച്ചിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ അങ്കോള സ്റ്റേഷനിൽ അറിയിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നേരത്തെ തന്നെ ഞങ്ങൾക്ക് വാഹനത്തിൻ്റെ ഉടമ ഇങ്ങനെയൊരു പരാതി തന്നിട്ടുണ്ടെന്നാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് കാര്യങ്ങൾക്കൊന്നും ഒരു മൂവ്മെൻറ്റും വരുന്നില്ല. റോഡ് ക്ലിയറാക്കി കൊണ്ടുവന്നു, മറ്റേ ഭാഗം ക്ലിയറാക്കി. റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടികൾ നിർത്തിയിട്ട് ആളുകൾ വിശ്രമിക്കുന്ന ഒഴിഞ്ഞ സ്ഥലം അവിടെ മണ്ണ് 10 മീറ്ററിലധികം പൊന്തി കിടക്കുന്നുണ്ടെന്ന് അവിടുത്തെ ഡ്രൈവർമാരാരോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്ത വീഡിയോ അത് കൊടുത്തിട്ടും ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ അവിടേക്ക് മണ്ണെടുക്കാൻ 3 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഈ മോനെ മാത്രം വിചാരിച്ചാണ് അവിടെ മണ്ണെടുക്കൽ തുടങ്ങിയത്. അവിടെ വാഹനങ്ങൾ വേറെ കിട്ടുന്നുണ്ട്, ബോഡികൾ കിട്ടുന്നുണ്ട്, ഒന്നും പുറലോകം അറിയുന്നില്ല. ഈ മോൻ്റെ വണ്ടി എത്തുമ്പോഴത്തേക്ക് എത്ര വണ്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറലോകം അറിയണം. എല്ലാവർക്കും നീതി കിട്ടണം. ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് ഭയമുണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിക്കുമെന്നും കൂടെ. എന്താ വെച്ചാൽ മോൻ്റെ വണ്ടീൻ്റെ 2 ഓണർമാരിൽ ഒരാളെ അവിടുത്തെ SP വേദനയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു ഭയപ്പാടും കൂടെ ഉള്ളതാണ്. ഈ ഒരു ഭീകരാന്തരീക്ഷം കൂടിയാണ്. അവിടെ മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു എന്താ വെച്ചാൽ ഭാഷേൻ്റെ വിഷയമുണ്ട്. മനസ്സിലെ ഈ കടലിരുമ്പ് പോലത്തെ ഈ അവസ്ഥ അതിൻ്റെ മുന്നിൽ പെട്ടിട്ട് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൻ്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഇവർ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ ചോരയാണ് ഉള്ളിൽ കിടന്ന് ഞാൻ എന്തവസ്ഥയിലാണെന്ന് അറിയാത്തത്.
ഇപ്പോൾ ജീവനോടുണ്ടോയെന്ന് പോലും എല്ലാവരും പറയുന്നുണ്ട് സേഫ് വണ്ടിയാണെന്ന്. പക്ഷേ ഇപ്പം ജീവനുണ്ടോയെന്ന് പോലും മനസ്സിലാവുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഒരു ചെയ്യാൻ പറ്റില്ല, ഒരു ചെയ്യണ്ട. ഇവിടെ കേരളത്തിലെ ആളുകളെ വിടാനുള്ളൊരു അനുഭവം കൊടുക്കുക. അല്ലെങ്കിൽ പട്ടാളത്തിൽ ഇന്ന് മുതൽക്ക് അവിടെ ഇത് കിട്ടുന്നവരെ, മുഴുവനാകുന്നവരെ ഇത് നിർത്തിവെക്കാനും പാടില്ല. അവിടുന്ന് കിട്ടിയ വണ്ടികളെക്കുറിച്ചും അവിടുന്ന് കിട്ടിയ ബോഡികളെക്കുറിച്ചും പുറംലോകത്തിനെ അറിയിക്കാനും കൂടെയുള്ള എല്ലാവർക്കും നീതി കിട്ടണം. എത്രയോ വീട്ടുകാർ ഇപ്പോൾ ഓരോ ആൾക്കാർ അവിടെ കുടി കിടക്കുന്ന അറിയുന്നത് പോലുമില്ല. എത്ര ബോഡി കിട്ടി, അവിടെ എത്ര വണ്ടി കിട്ടി, ഇതെല്ലാം പുറംലോകം അറിയണം. കേട്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ രാവിലെ ഇതിനെ സംബന്ധിച്ച് വലിയ വായിൽ വർത്താനം പറഞ്ഞ സതീശനോട് ഒരൊറ്റ വാചകമേ പറയാനുള്ളൂ. കാപട്യമേ നിൻ്റെ പേരോ വി ഡി സതീശൻ.